ഒരു മരത്തിൽ 2 തരം റംബുട്ടാൻ കായ്കൾ കായ്ച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ റംബുട്ടാൻ നന്നായി തന്നെ കാച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഈ റംബുട്ടാൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കുറേ ഭാഗത്ത് നല്ല റെഡ് കളർ റംബുട്ടാനാണ് കേട്ടോ. ഉണ്ടോ, അതൊക്കെ നന്നായിട്ട് തന്നെ പഴുത്തിട്ടുണ്ട്. ഇത് കുറേ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇതിനൊന്നും നമ്മൾ വലയൊന്നും ഇട്ടിട്ടില്ല. വല ഒരു കൊല്ലം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അഴിച്ചു വെക്കണം, പിറ്റേ കൊല്ലം വീണ്ടും ഇടണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ താഴത്തെ കമ്പുകളിലൊക്കെ വേറൊരു തരം റംബുട്ടാനാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു യെല്ലോ കളർ റംബുട്ടാനാണ് അവിടെ ഉണ്ടായേക്കണേ. മുകളിൽ വേറെയും താഴെ വേറെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നത് ലെയർ ചെയ്തപ്പോൾ തെറ്റിപ്പോയതായിരിക്കാം. ലെയർ ചെയ്തപ്പോഴേ 2 തരം റംബുട്ടാനാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. ലെയർ ചെയ്ത കമ്പും വളർന്നു പോയിട്ടുണ്ടാവാം. അതാണ് ഇങ്ങനെ ഒരു റംബുട്ടാൻ മുകളിൽ ഉണ്ടായിരിക്കുന്നത്. ആ മുകളിൽ പോയ കമ്പിലായിരിക്കാം ഇത് ലെയർ ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇത് 2 തരം ആയിരിക്കുന്നത് കേട്ടോ. താഴത്തേത് യെല്ലോ കളറാണ്. അതിൽ നിന്ന് കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു. അതിനാണ് കുറച്ചുകൂടെ ഫ്രഷ് ഉള്ളത്, നല്ല ടേസ്റ്റുമുള്ളത്. ഈ മുകളിലത്തെ റംബൂട്ടാന് മധുരമുണ്ട്, പക്ഷെ കൂടെ കുറച്ച് പുളിയും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ റംബൂട്ടാനാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് റെഡും പിന്നെ യെല്ലോയും. യെല്ലോ കുറച്ചുകൂടെയൊക്കെ ഒന്ന് പഴുക്കാനുണ്ട്. പഴുക്കാൻ നിർത്തിയാൽ അവിടെ കാണത്തില്ല, പിന്നെ തൊണ്ട് മാത്രമേ കാണത്തുള്ളൂ. പക്ഷികൾ, പാറാട അതൊക്കെ കഴിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും കുറച്ച് പറിച്ചെടുക്കും. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ റെഡ് കളർ റംബൂട്ടാൻ ഇങ്ങനെ ഉണ്ടായി കിടക്കണ കാണാനായിട്ട്. ഒരാഴ്ച കൊണ്ട് ഇത് കിളികളെല്ലാം തിന്ന് കഴിക്കും. ഒരു കണക്കിന് താഴെ വേറെ തരം റംബൂട്ടാനും മുകളിൽ വേറെ ഒരു ഇനവും ആയത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മുകളിലുള്ളതൊക്കെ പക്ഷികൾ കൂടുതൽ കഴിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് യെല്ലോ കളറാണ്. ഇതങ്ങോട്ട് പഴുത്ത് വന്നിട്ടില്ല. ഇത് ഒന്ന് കളറ് മാറുമ്പോഴേക്കും കിളികൾ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കണ്ടോ, 2 തരം റംബൂട്ടാനാണിത്. ഒരു മരത്തിൽ തന്നെ 2 തരം റംബൂട്ടാനാണ് കേട്ടോ ഉണ്ടായേക്കണേ. ഇങ്ങനെ താഴേക്കൊക്കെ വന്നിട്ടുണ്ട്. കിളികളുടെ സൗണ്ട് കേട്ടോ. നമ്മുടെ റംബൂട്ടാൻ ചിലതൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാകമാകുമ്പോഴേക്കും കിളികൾ വന്ന് പറിച്ചുകൊണ്ട് പോവുകയാണ് ഒക്കെ. അതുകൊണ്ട് ചുവപ്പ് നിറമാകുമ്പോഴേക്കും നമ്മളും പറിച്ചെടുക്കാൻ പോവുകയാണേ. ഇത് കണ്ടോ, ഒരു യെല്ലോ കളറാകുമ്പോഴേക്കും നന്നായി പഴുക്കാനൊന്നും നിർത്താൻ പറ്റില്ല. പിന്നെ നമ്മൾ വലയൊന്നും ഇട്ടിട്ടില്ല ഈ കൊല്ലം. അതുകൊണ്ട് ഇവന്മാരെല്ലാം പറിച്ചുകൊണ്ട് പോവുക. മുകളിൽ കിടക്കണമൊക്കെ പറിച്ചോട്ടെ, താഴത്ത് നമുക്ക് തന്നൂടെ, അത് ചെയ്യണില്ല കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു പാകമാകുമ്പോഴേക്കും
നമ്മൾ പറിച്ചെടുക്കുകയാണ് ഇതൊക്കെ. ചിലതൊക്കെ റംബൂട്ടാൻ കഴിച്ച് തൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, നമ്മൾ പറിക്കാൻ ചെല്ലുമ്പോൾ. അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഒരുവിധം മൂത്തിട്ടുണ്ട്. യെല്ലോ ഷെയ്ഡാണിത്. അപ്പം ഞാനങ്ങ് പറിച്ചെടുത്തു. അല്ലെങ്കിൽ നാളെ വരുമ്പോൾ ഇതൊന്നും കാണത്തില്ല കേട്ടോ, തൊണ്ട് മാത്രമായിട്ട് നിൽക്കണതാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്, അതും കൂടെ പറിച്ചെടുക്കാം. പക്ഷേ റെഡ് മുകളിൽ കിടക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ, കൊലകൊലയായിട്ട്. റംബൂട്ടാൻ പഴുത്ത് കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടോ. ഈ റംബൂട്ടാൻ കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം കേട്ടോ. ഈ പുളിയും മധുരവും കൂടിയുള്ള റംബൂട്ടാൻ കൊണ്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാവുന്നതാണ്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന പോലെ പുളിശ്ശേരി ഉണ്ടാക്കിയാൽ നല്ലതാണ്. റംബൂട്ടാൻ ഇവിടെ പ്രത്യേകിച്ച് വളമോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ, മരുന്നടിക്കൽ അങ്ങനെ ഒന്നുമില്ല. അതിനങ്ങനെ വലിയ കേടങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ ഒത്തിരി വെയിലാണെങ്കിൽ ഒന്ന് നനച്ച് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരിതുള്ളൂ. അതുകൊണ്ട് വീട്ടിലില്ലാത്തവരൊക്കെ ഒരു റംബൂട്ടാനൊക്കെ വാങ്ങി നട്ടാൽ നല്ലതാണ് കേട്ടോ. നമുക്ക് മരുന്നടിക്കാത്ത ഫ്രൂട്ട്സുകൾ വീട്ടിൽ തന്നെ ഉണ്ടായി കഴിക്കാമല്ലോ. ഈ റംബൂട്ടാനൊക്കെ ഒന്നും കൂടെ ആകാനുണ്ട്, പഴുത്ത് വരുന്നേ ഉള്ളൂ. ഇതുകൊണ്ടോ കളറ് മാറുമ്പോഴേക്കും ഞങ്ങൾ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെയുമുണ്ട് ഒരു റംബൂട്ടാൻ. ഇത് കണ്ടോ, ഇതാ യെല്ലോ കളറിലുള്ള റംബൂട്ടാനാണ്. ഇതും പഴുത്ത് വരുന്നേ ഉള്ളൂ, പാകമായിട്ടില്ല. കണ്ടോ, ഇതിങ്ങനെ താഴെ മുട്ടിക്കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പറിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. കളറ് മാറുമ്പോഴേക്കും കിളികൾ കൊണ്ടുപോകും, അതാണ് പ്രശ്നം. വല ഇടുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷേ വല നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓരോ വർഷവും അഴിച്ചു വെക്കണം. റംബൂട്ടാൻ്റെ സീസൺ കഴിയുമ്പോൾ പിന്നെ അത് ആദ്യം എടുത്തിടണം. അതൊക്കെ ഒരു പണിയാണല്ലോ എന്ന് ഓർത്താണ് നമ്മൾ ഇടാത്തത്. ഇരുട്ടായ കാരണം ശരിക്കൊന്നും കാണുന്നില്ല എന്നുണ്ടല്ലേ. ഇതുണ്ടോ, മുകളിലൊക്കെ കുറേ കിടക്കുന്നുണ്ട്, ഇങ്ങനെ പഴുത്ത് വരുന്നേ ഉള്ളൂ. ഒരെണ്ണം പാകമായതുണ്ട്, പക്ഷെ നമുക്ക് കയ്യെത്തൂല. ഇവിടെ റംബൂട്ടാൻ ഇങ്ങനെ താഴെ മുട്ടിക്കിടക്കാണ് കേട്ടോ. ഇതിന്നും യെല്ലോ കളറായത് നോക്കി ഞാൻ പറിക്കാൻ പോവാണ്. ഇതിങ്ങനെ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ, റെഡ് ആവത്തില്ല. കണ്ടോ, ഇതൊക്കെ കുറച്ച് മൂത്ത് കിടക്കണതാണ്. എന്നാലും ഇനിയും മൂക്കാനുണ്ട്. പക്ഷെ ഇനി മൂക്കാൻ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ലല്ലോ, അതല്ലേ പ്രശ്നം. അപ്പം ഇങ്ങനെ കുറച്ചൊക്കെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും കുറച്ചൊക്കെ പറിച്ചെടുക്കും. ഇവിടെ ഒരെണ്ണം കുറച്ച് മൂത്തതുണ്ട്.
ഇതാ മുകളിലൊക്കെ കിടക്കണ്ടല്ലോ കേട്ടോ. മുകളിൽ കിടക്കണുണ്ടോ? മുകളിലൊക്കെ കുറച്ചെണ്ണം കിടക്കണ്ട, എൻ്റെ കൈ എത്തണില്ല. അപ്പോൾ ഇത്തേന്ന് കുറച്ച് മാങ്ങയും കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. റംബുട്ടാൻ ഇങ്ങനെ കമ്പുകളായിട്ടാണ് ഒടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒടിക്കുന്ന ഭാഗത്ത് വീണ്ടും നിറയെ തളിർപ്പുകളുണ്ടായി ബ്രാഞ്ചസ് ഉണ്ടാവും. പിന്നെ കുറച്ച് മാങ്ങകളും കൂടെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് മാംഗോസ്റ്റിനുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ളതായിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.